ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് നല്ല മുരിഞ്ഞ നൂഡിൽസും പിന്നെ മുട്ടയും കൂടിയും ചേർത്തിട്ട് ഒരു തട്ടുകട സ്റ്റൈലിൽ ഒരു ഓംലേറ്റ് പോലെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നൂഡിൽസ് വറുത്തിട്ട് അങ്ങോട്ട് ചേർക്കുമ്പോൾ ഈ ഓംലേറ്റ് കണ്ട് കഴിക്കുമ്പോൾ നൂഡിൽസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നൂഡിൽസിന് വേണ്ടത്. അപ്പോൾ ഏത് ടൈപ്പ് നൂഡിൽസ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ മാഗിയുടെ നൂഡിൽസാണ് എടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വറുത്തിട്ട് എടുക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുതിർന്ന പോലെ ഇങ്ങനെ ഭയങ്കര സോഗി പോലെ ആവുമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂഡിൽസ് എടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് വെള്ളത്തിലാണ്ട് ഇട്ട് വെക്കുമ്പോൾ നൂഡിൽസ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നൂഡിൽസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗിയുടെ നൂഡിൽസ് ഓൾറെഡി 1 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂഡിൽസ് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. പക്ഷേ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊന്നും നൂഡിൽസും വലിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ചെയ്യാം. എന്നിട്ട് നൂഡിൽസ് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഈ നൂഡിൽസ് നമ്മൾ വറുത്തിട്ട് എടുക്കും. പിന്നെ നൂഡിൽസിൻ്റെ ഉള്ളിൽ ഒരു മസാല പാക്കറ്റ് ഉണ്ടാവുമല്ലോ. ആ മസാല പാക്കറ്റ് മാറ്റി വെക്കണം. അത് നമുക്ക് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ക്യാരറ്റും ചേർക്കുന്നുണ്ട്, ക്യാപ്സിക്കവും ചേർക്കുന്നുണ്ട്, സവോളയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോൺ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വേവണം. പിന്നെ ക്യാബേജ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയിട്ട് കട്ട് ചെയ്തിട്ട് ക്യാബേജ് ചേർക്കാം. പിന്നെന്താ, അപ്പോൾ പെട്ടെന്ന് വേവണ എന്ത് ടൈപ്പ് വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ആ മുട്ടയുടെ കൂടെ അങ്ങോട്ട് വേവ് അങ്ങോട്ട് ശരിയായിട്ട് വരണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടിടുക. വെജിറ്റബിൾസ് ആയിരുന്നാലും ചേർക്കുമ്പോൾ അതിന് കൃത്യം ഇത്രയും അളവൊന്നും ഇല്ല. അത് നമുക്കറിയാലോ ഒരു മുട്ടയിലേക്ക് എന്തോരം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എടുക്കുക. പിന്നെ മുട്ടയും വേണം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ചേർക്കാം. ചീസ് ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചീസ് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ ചീസ് നല്ല ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനവിടെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് ചീസ് ആയിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് പല ഫ്ലേവറിലുള്ള ചീസ് കിട്ടുമല്ലോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചീസാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ചീസ് എടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള കാര്യം. അപ്പോൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമുക്കറിയാലോ മുട്ടയുടെ കൂടെ അതങ്ങോട്ട് വെന്ത് പോകണം. അല്ലെങ്കിൽ വേവാണ്ട് കിടക്കും ഭയങ്കര വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കുറച്ചുകൂടി നല്ല ഈസി ആയിട്ട് നടക്കും. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ഓൾറെഡി കഴുകി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുതിർത്തി വെച്ചാൽ നൂഡിൽസ് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ഓൾറെഡി കഴുകി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുതിർത്തി വെച്ചാൽ നൂഡിൽസ് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുക. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ കുതിർത്തി വെച്ചേക്കണ നൂഡിൽസ് ചേർക്കുക. ഈ നൂഡിൽസ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. നമ്മളിതിങ്ങനെ മൊരിഞ്ഞ് വരുന്ന വരെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ അങ്ങോട്ട് മൊരിയുള്ളൂ. അത് നിങ്ങൾ നൂഡിൽസ് വെള്ളത്തിലിട്ടിട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഭയങ്കരമായിട്ട് കുതിർന്നു പോകും. നമുക്ക് വറുത്തെടുക്കാനായിരുന്നാലും ഭയങ്കര പാടായിട്ടിരിക്കും.
അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുമ്പോൾ ആ നൂഡിൽസ് ഒന്ന് മുരിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നൂഡിൽസ് കൊണ്ട് മുരിഞ്ഞ് കിട്ടില്ല. കുറച്ചങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നമുക്ക് കൊണ്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഒരു മണമൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കളർ മാറിക്കോട്ടെ. ഇത് വെച്ചിട്ട് നിങ്ങൾ വേറെ പണിക്ക് പോരുത്, എന്തായിരുന്നാലും കരിഞ്ഞു പോവും. ഇത് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ പെട്ടെന്ന് അങ്ങനെ ഒരു ബ്രൗൺ കളറാവും. ആ കളറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പക്ഷെ ഒന്നും കൂടി ഒന്ന് മൊരിയുകയും വേണം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ടല്ലോ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിട്ടിട്ടാ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ആ മുട്ടയുടെ മിക്സിങ് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ഇതങ്ങോട്ട് നീക്കി വെക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. അപ്പോൾ മുട്ട ചേർത്തിട്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആവണ അത്രയ്ക്ക് മുട്ട നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ മാഗിയുടെ മസാല ഉണ്ടല്ലോ, ആ മസാലയും ചേർക്കാം. ആ മസാല ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിനകത്ത് മസാലയിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാണ്ട് ഫസ്റ്റ് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഈ മസാലയിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുള്ളതാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മിക്സിങ് നേരത്തെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. പക്ഷേ ആ വറുത്ത് വെച്ചേക്കണ നൂഡിൽസ് ഇത് നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതി. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂഡിൽസ് ഇതിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുതിർന്ന് പോകുമല്ലോ. അപ്പോൾ മുട്ടയുടെ മിക്സിങ് നേരത്തെ റെഡിയാക്കി വെച്ചാലും കുഴപ്പമില്ല. ഈ മിക്സിങ്ങിലേക്ക് ഞാനിവിടെ നൂഡിൽസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നൂഡിൽസ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് നേരത്തെ കൂട്ടിയിട്ട് ഈ മിക്സിൽ നിങ്ങൾ ചേർത്ത് വെക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടാക്കാൻ പോണ സമയത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മുട്ട ചേർക്കുന്ന അളവ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂഡിൽസിന് ഒരു ചെറുതായിട്ടൊരു കോട്ടിങ് ഈ മുട്ട കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് നമ്മൾ ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ചേർന്നിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നൂഡിൽസൊക്കെയാണ് സെപ്പറേറ്റ് ആയി പോകുമല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മുടെ മിക്സിങ് കണ്ട് നീക്കി വയ്ക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് വലുതായിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മിക്സിങ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ മുട്ടയും ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിച്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയൊരു അപ്പം പോലെ ഉണ്ടാക്കാം. ഇതേപോലെ ഒരുപാട് കനത്തിൽ വെക്കരുത്. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട. ഇനി ഒരെണ്ണോടി ഉണ്ടാക്കാനുള്ളത് ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ മറിച്ചിടാൻ പോണതിന് മുമ്പ് ചീസ് ഇട്ടാൽ മതി. ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി. ചീസ് കരിഞ്ഞു പോവില്ല കേട്ടോ. ഞാനിപ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ രണ്ടെണ്ണത്തിലെ ചീസ് ഇടണുള്ളൂ, ഒരെണ്ണത്തിൻ്റെ ചീസ് ഇടുന്നില്ല. അപ്പോൾ ചീസ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ഇടാം. നീ ഇത് മറിച്ചിടാം. ഇങ്ങനെ എടുത്ത വഴിക്കാനാണ് തിരിച്ചിടാം. ഞാനത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിടാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വണ്ണും റെഡി ആയിട്ടുണ്ട്.
ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കുമ്പോൾ ചൂടാറിനേലും മുമ്പ് കഴിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചീസ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസും കൂടിയിട്ട് ചേർക്കുക. ചീസും കൂടിയിട്ട് ചേർക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചീസ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തേക്കണ നൂഡിൽസും മുട്ടയും കൂടിയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾ അധികം ചൂടാറിനേലും മുമ്പ് കഴിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന്ന് പറഞ്ഞെടുത്തിട്ട് ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചു വന്നു കഴിയുമ്പോൾ കുറേ സമയം എടുക്കും. ഞാൻ ഓൾറെഡി കഴിച്ചേക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കറിയാം എൻ്റെ ടേസ്റ്റ്. അതിങ്ങനെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നൂഡിൽസ് നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നൂഡിൽസ് നമ്മൾ ഇതിലേക്ക് വറുത്തിട്ടാണല്ലോ ചേർത്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടയുടെ മിക്സിങ് ചേർത്ത് കഴിഞ്ഞിട്ട് നേരത്തെ കൂടിയിട്ട് വറുത്ത് വെച്ചേക്കണ നൂഡിൽസ് കൂടിയിട്ട് അതിൽ ചേർത്ത് വെക്കരുത്. അത് ജസ്റ്റ് നമ്മൾ ആ പാനിലേക്ക് ഒഴിക്കാൻ പോണ സമയത്ത് മാത്രമേ നമ്മൾ നൂഡിൽസ് ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നൂഡിൽസ് കുതിർന്നു പോകും. പിന്നെ ചീസ് ചേർത്താണ്ടിട്ടുണ്ടെങ്കിൽ ആ ചീസിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചീസ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ചേർക്കാണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിനിപ്പോൾ അത്യാവശ്യം അത്യാവശ്യമല്ല, ഇതിനിപ്പോൾ അധികം എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ ഇതേപോലെ ആ നൂഡിൽസ് നമ്മൾ ഫ്രൈ ചെയ്ത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്ലേവറിന് തന്നെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നാട്ടിലൊക്കെ സ്കൂളിൽ തുടങ്ങിയിട്ടോ. അപ്പോൾ സ്കൂളിൽ വിട്ടൊക്കെ വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പികൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൽ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടണും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം.